കഴിഞ്ഞു സർക്കാർ ചാലക്കുടിയെ നോക്കാതെ. മതേതരത്വ സർക്കാർ വരണം കേന്ദ്രത്തിൽ നമ്മുടെ ലക്ഷ്യം. കായിക മേഖലയുടെ പ്രാധാന്യം വളരെ വളരെ വലുതാണ്. വികസന മേഖലകളിൽ സുപ്രധാനമാണ് ഈ മേഖല. അവിടെ ഊന്നൽ നൽകുക എന്നത് പുതിയ തലമുറയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയായി നവ ചാലക്കുടി കാണുന്നു. ആരോഗ്യ മേഖലയിൽ കളിക്കളങ്ങളുടെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ വ്യായാമത്തിനും തങ്ങളുടെ സർഗശേഷി വികസിപ്പിക്കുന്നതിനും കളിക്കളങ്ങൾ ഉപയോഗിക്കുന്നതാണ് മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ മാറ്റുവിൻ മാറ്റുവിൻ. കേന്ദ്രവിഹിതം ചോദിച്ചു വാങ്ങാൻ ചാലക്കുടിക്കൊരു ശബ്ദം വേണം. കേന്ദ്രവിഹിതം ചോദിച്ചു വാങ്ങാൻ ചാലക്കുടിക്കൊരു ശബ്ദം വേണം. നവചാലക്കുടിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് ടൂറിസം മേഖല. ചാലക്കുടി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ നിരവധി സാധ്യതകൾ ടൂറിസത്തിനുണ്ട്. മലയാറ്റൂർ, കൊടുങ്ങല്ലൂർ, കാലടി, അതിരപ്പള്ളി, ഏഴാറ്റുമുഖം, അങ്ങനെ നിരവധി. ഇതെല്ലാം കോർത്തിണത്തിക്കൊണ്ട് സ്പിരിച്വൽ ടൂറിസം, അതുപോലെ തന്നെ കാർഷിക ടൂറിസം, സാമൂഹിക ടൂറിസം തുടങ്ങിയ എല്ലാ ടൂറിസം സങ്കല്പങ്ങളെയും ഉദ്ഗ്രഥിക്കുക എന്നുള്ളതാണ് നവചാലക്കുടിയിലെ ടൂറിസം സങ്കല്പം. ആ ഉദ്ഗ്രഥനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ വേണം. ശ്രീ ഇന്നസെൻ്റ് ഇതിന് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ കാലികമായി പരിഷ്കരിച്ച് ഏറ്റവും ആധുനികമായ സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നവചാലക്കുടിയുടെ നവ ടൂറിസം സങ്കല്പം നടപ്പിലാക്കും. 5 ആണ്ടു കഴിഞ്ഞു സർക്കാർ ചാലക്കുടിയെ നോക്കാതെ. മതേതരത്വ സർക്കാർ വരണം കേന്ദ്രത്തിൽ നമ്മുടെ ലക്ഷ്യം. 5 ആണ്ടു കഴിഞ്ഞു സർക്കാർ ചാലക്കുടിയെ നോക്കാതെ. മതേതരത്വ സർക്കാർ വരണം കേന്ദ്രത്തിൽ നമ്മുടെ ലക്ഷ്യം. മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ മാറ്റുവിൻ. കേന്ദ്രവിഹിതം ചോദിച്ചു വാങ്ങാൻ ചാലക്കുടിക്കൊരു ശബ്ദം വേണം. കേന്ദ്രവിഹിതം ചോദിച്ചു വാങ്ങാൻ ചാലക്കുടിക്കൊരു ശബ്ദം വേണം. കേന്ദ്ര പദ്ധതി നേടിയെടുക്കാൻ ചാലക്കുടിക്കൊരു ശബ്ദം വേണം. കേന്ദ്ര പദ്ധതി നേടിയെടുക്കാൻ ചാലക്കുടിക്കൊരു ശബ്ദം വേണം. ചാലക്കുടിയുടെ വികസനത്തിന് രവീന്ദ്രനാഥിന് വോട്ടുകൾ നൽകൂ. ചാലക്കുടിയുടെ വികസനത്തിന് രവീന്ദ്രനാഥിന് വോട്ടുകൾ നൽകൂ. ചുറ്റികയറിവാൾ നക്ഷത്രത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കൂ. ചുറ്റികയറിവാൾ നക്ഷത്രത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കൂ. ഉണരുവിൻ സഖാക്കളെ ഉണരുവിൻ സഖാക്കളെ ഉണരുവിൻ ഉണരുവിൻ ഉണരുവിൻ.